വയനാട് മാനന്തവാടിയിൽ കർഷകനെ കൊലപ്പെടുത്തിയ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ദൗത്യം തുടരുകയാണ്. മണ്ണുണ്ടിയിൽ നിന്ന് 2 കിലോമീറ്റർ അകലെ ഇരുമ്പുപാലത്ത് ആനയെ ട്രാക്ക് ചെയ്തു. ആന നിൽക്കുന്നത് ഒരു നിരപ്പായ പ്രദേശത്താണെന്നും മയക്കുവെടി വെക്കാൻ അനുയോജ്യമായ സ്ഥലമാണെന്നും ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് വനംവകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. ആനയെ പിടികൂടാൻ വൈകുന്നതിൽ ഇന്ന് വയനാട്ടിലെ ഏതാനും കർഷക സംഘടനകൾ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഹർത്താലിന് കർഷക കോൺഗ്രസും പിന്തുണ നൽകി. ടി അനീസ് അലി വിവരങ്ങളുമായി ചേരുന്നു. അനീസ്, ഇന്ന് മയക്കുവെടി വെക്കാനാവുമോ? അജിംസ്, മയക്കുവെടി വെക്കാൻ കഴിയുമെന്ന ഉറച്ച പ്രതീക്ഷയാണ് രാവിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നത്. രാവിലെ 7:30 കൂടി തന്നെ കാട്ടിലേക്ക് മയക്കുവെടി വിദഗ്ധരടങ്ങുന്ന RRT സംഘം കയറി പോയിട്ടുണ്ട്. ഇപ്പോൾ ആന മണ്ണുണ്ടി വനമേഖലയിലേക്ക് നീങ്ങുന്നു എന്ന ഒരു സ്ഥിരീകരിക്കാത്ത വിവരവും പുറത്തു വരുന്നുണ്ട്. നിലവിലുണ്ടായിരുന്നത് ആലത്തൂർ എസ്റ്റേറ്റിലാണ്. ഇത് രണ്ടും അടുത്തടുത്ത സ്ഥലങ്ങൾ തന്നെയാണ്. ഇന്നലെ ദൗത്യം അവസാനിപ്പിക്കുമ്പോൾ ആന മണ്ണുണ്ടി മേഖലയിലാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് 2 കിലോമീറ്റർ മാത്രമാണ് ഇന്നലെ രാത്രി സഞ്ചരിച്ചിട്ടുള്ളത് എന്നും ഇപ്പോൾ ഈ ആലത്തൂർ എസ്റ്റേറ്റ് ഭാഗത്തേക്കാണ് എത്തിയിരിക്കുന്നത് എന്നുമാണ് അറിയുന്നത്. ഇരുമ്പുപാലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇരുമ്പുപാലം, ആലത്തൂർ എസ്റ്റേറ്റ്, അതുപോലെ തന്നെ മണ്ണുണ്ടി വനമേഖല, ഇവിടെയാണ് ഈ പ്രദേശം കേന്ദ്രീകരിച്ച് ഈ ഒരു 5 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ ആനയുണ്ട് എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇന്ന് രാവിലെ ആനയെ കൃത്യമായി വനപാലകർക്ക് കാണാൻ കഴിയുകയും ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുകയും ചെയ്തു. അതേ തുടർന്ന് ഒരു നിരപ്പായ പ്രദേശത്താണ് ആന ഉണ്ടായിരുന്നത് എന്നതുകൊണ്ട് തന്നെ അവിടെ വെച്ച് മയക്കുവെടി വെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ വനംവകുപ്പിനുണ്ടായിരുന്നു. ഇപ്പോൾ ആന പക്ഷേ അവിടെ നിന്ന് നീങ്ങി തുടങ്ങുന്നുണ്ട് എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. കാട്ടിലേക്കുള്ള കയറിപ്പോയ ആളുകളിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. അതേസമയം ഇതുവരെയും ആനയെ മയക്കുവെടി വെക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ്. ഇന്ന് 11 മണിയോടുകൂടി 11 മണിക്കുള്ളിലായി മയക്കുവെടി വെക്കും എന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു, ഏറെക്കുറെ പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. പക്ഷെ അത് ഉണ്ടായിട്ടില്ല. ഇതുവരെയും മയക്കുവെടി വെക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി വരുന്ന സമയങ്ങളിൽ അതിന് സാധ്യമാകുമോ എന്ന പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഊർജിതമായ ശ്രമങ്ങൾ അതിനുവേണ്ടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് പിറകിൽ കാണുന്ന ഈ കാട്ടിൽ ആന ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ്. ഒരു 5 കിലോമീറ്റർ ചുറ്റളവിലായി ആന ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ കൃത്യമായി ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നും ആനയെ നിൽക്കുന്ന സ്ഥലം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടിട്ടുണ്ട് എന്നും അറിയിക്കുന്നുണ്ട്. ഏതായാലും നോർത്ത് വയനാട് DFO മാർട്ടി ലോവൽ, സൗത്ത് വയനാട് DFO ഷജന കരീം എന്നിവരുടെ നേതൃത്വത്തിൽ മുഴുവൻ സംഘവും ഇവിടെ ഉണ്ട്. എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നു. മയക്കുവെടി വിദഗ്ധരുണ്ട്, വെറ്റിനറി ഡോക്ടർമാരുണ്ട്, അതുപോലെ RRT അംഗങ്ങൾ എല്ലാവരും ഇപ്പോൾ കാട്ടിനുള്ളിൽ കയറിയിട്ടുണ്ട്. വൈകാതെ തന്നെ ആനയെ മയക്കുവെടി വെക്കാൻ കഴിയുമെന്ന് രാവിലെ 7:30 കൂടി കാട്ടിലേക്ക് കയറിപ്പോയ വനപാലക സംഘം ഉറച്ച പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ നിലവിൽ ഇതുവരെയും ആനയെ മയക്കുവെടി വെക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നത്തെ ഒരു പ്രത്യേകത, ഇന്നലെ കഴിഞ്ഞ ദിവസം ആജിംസ് 2 തവണ ആനയെ നേരിൽ കാണാൻ കഴിഞ്ഞു. പക്ഷെ ഒരു തവണ മാത്രം മയക്കുവെടി വെച്ചു. പക്ഷെ അത് ആനയിൽ കൊണ്ടില്ല, ആനയുടെ ശരീരത്തിൽ മയക്കുവെടി കൊണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ ദൗത്യം വൈകുന്നേരം 5:30 കൂടി അവസാനിപ്പിക്കുമ്പോഴും ഫലം കണ്ടിരുന്നില്ല. ഇന്ന് പക്ഷേ ആനയെ രാവിലെ തന്നെ കാണാൻ കഴിയുകയും സിഗ്നൽ ലഭിച്ചതിനെ തുടർന്നാണ് വനപാലക സംഘം കാട്ടിൽ കയറിയത്. അവിടെ നിന്ന് ആനയെ കൃത്യമായി കാണാൻ കഴിഞ്ഞു. ആന നിന്നിരുന്നത് താരതമ്യേന എളുപ്പം മയക്കുവെടി വെക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു എന്നാണ് വനപാലക സംഘം ഇവിടെ നിന്ന് കയറി പോകുമ്പോൾ അറിയിച്ചത്. നിരപ്പായ സ്ഥലമാണ്, കാടാണെങ്കിൽ പോലും. പക്ഷേ ഇന്ന് അതിനുശേഷം പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് വ്യക്തതയില്ല. ഇതുവരെ മയക്കുവെടി വെക്കാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ തരത്തിലും ഒത്ത സാഹചര്യം വന്നാൽ മാത്രമാണ് ആനയെ മയക്കുവെടി വെക്കുക. ആനയ്ക്ക് ശരിയായി അതിന്റെ മസിലുകളിൽ തന്നെ ഈ മയക്കുവെടി ഇഞ്ചക്ഷൻ കൊള്ളേണ്ടതുണ്ട്. മറ്റെവിടെയെങ്കിലും മയക്കുവെടി വെക്കാൻ കഴിയില്ല. അവർ പറയുന്നതനുസരിച്ചിട്ട് ഒരാൾ പൊക്കത്തിൽ കുറ്റിക്കാട് വളർന്നു നിൽക്കുന്ന പ്രദേശമാണ് ഈ കാട്. അതിന്റെ അകത്ത് പലപ്പോഴും മുൾപടർപ്പാണുള്ളത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ആളുകൾക്ക് മൂവ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ പോലും ഇതിന്റെ ചിലപ്പോൾ ആളെ കൊന്ന അന്ന് തന്നെ പിടികൂടുക, ആനയെ പിടികൂടിയതിനു ശേഷം മുത്തങ്ങ ആനപ്പന്തിയിലേക്ക് മാറ്റുക എന്നത് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. മുത്തങ്ങ ആനപ്പന്തിയിൽ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ആനയെ പിടികൂടിയാൽ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി കഴിഞ്ഞു. നേരത്തെ ഒരു ആലോചന ഉണ്ടായിരുന്നത് ഈ ആനയെ കാട്ടിലേക്ക് തന്നെ തിരിച്ചയക്കും എന്ന തരത്തിലായിരുന്നു. പക്ഷെ അത് വനപാലക സംഘം അപ്പോൾ തന്നെ അത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. കാരണം ഇത്
ഒരു തവണ മയക്കുവെടി വെച്ച് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച് കാട്ടിലേക്ക് വിട്ട ആനയാണ്. അത് പിന്നെയും നാട്ടിലിറങ്ങിയതിനു ശേഷം ഒരാളുടെ ജീവൻ എടുത്തിരിക്കുകയാണ്. മോഴയാനയാണ്, കലാപകാരിയാണ്, വലിയ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നാട്ടിൽ. ഒരു മനുഷ്യന്റെ ജീവൻ എടുത്തിരിക്കുന്നു. ഇത്തരം ഒരു ആനയെ ഇനിയും കാട്ടിലേക്ക് തന്നെ തിരിച്ചുവിടുക എന്നത് ബുദ്ധിമോശമായിരിക്കും, വലിയ അപകടങ്ങൾ അതുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഈ ആനയെ ഇനി കാട്ടിലേക്ക് വിടുക എന്ന പ്രശ്നമില്ല. മാത്രമല്ല ജിംസ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കാട്ടിൽ കയറിയ ഒരു കാട്ടാനയെ സാധാരണഗതിയിൽ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നത് സംഭവിക്കാറില്ല. മയക്കുവെടി വെക്കാൻ അനുയോജ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ മയക്കുവെടി വെക്കാൻ അനുവദിക്കപ്പെടുന്നത് തന്നെ നാട്ടിലിറങ്ങുന്ന കാട്ടാനകളെയാണ്. കാട് കാട്ടാനയുടേതാണ്, അതുകൊണ്ട് കാട്ടിൽ കയറിയാൽ മയക്കുവെടി വെക്കാറില്ല. പക്ഷേ ഈ ആനയുടെ കാര്യത്തിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇവിടെ സമയമോ അല്ലെങ്കിൽ കാടെന്നതോ പരിഗണിക്കുന്നില്ല. ഈ ആനയെ ഏത് വിധേനയും മയക്കുവെടി വെച്ച് പിടികൂടണം. പിടികൂടി കാട്ടിൽ നിന്നാണെങ്കിലും മയക്കുവെടി വെച്ച് പിടികൂടി ഈ മുത്തങ്ങ ആനപ്പന്തിയിലേക്ക് മാറ്റണം, മുത്തങ്ങയിൽ തന്നെ കൊണ്ടുപോകണം. അവിടെ അതിനെ ഇനി കാട്ടിലേക്ക് മേയാൻ വിടില്ല എന്ന് തന്നെയാണ് വനപാലക സംഘം തീരുമാനിച്ചിട്ടുള്ളത്. അജിംസ്. ശരി, ബേലൂർ മഗ്ന എന്ന മോഴയാനയെ മയക്കുവെടി വയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് വനം വകുപ്പ്.